ഹായ് എവരി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളെ ഇന്നൊരു വാക്സ് മ്യൂസിയമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞങ്ങളിതൊരു ആംസ്റ്റർഡാമിൽ ട്രിപ്പ് പോയപ്പോൾ ഞങ്ങൾ അവിടെ കണ്ട ഒരു മ്യൂസിയമാണ്. ആംസ്റ്റർഡാം ട്രിപ്പിലെ ഈ വാക്സ് മ്യൂസിയം മാത്രമായിട്ടിട്ട വീഡിയോ ലെങ്തി ആകും, അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വാക്സ് മ്യൂസിയം മാഡം ടുസാഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പല രാജ്യങ്ങളിലുണ്ട്. ലണ്ടനിലാണ് ആദ്യത്തെ ഈ മ്യൂസിയം വന്നത് കേട്ടോ. 1835 വന്നത്. അപ്പോൾ ഈ വാക്സ് ശില്പിയുടെ പേര് മേരി ടുസാഡ്സ് എന്നാണ്. അതാണ് മാഡം ടുസാഡ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പം ഇത് നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് കേട്ടോ, ന്യൂഡൽഹിയിലാണെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ മ്യൂസിയത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ലിഫ്റ്റിൽ കയറി കഴിയുമ്പോൾ ലിഫ്റ്റിൻ്റെ മേളിൽ റൂഫിൽ വരുന്ന ഒരു പിക്ചറാണ് ഈ കാണുന്നത്. അല്ലാതെ ചുറ്റുമായിട്ട് നിറയെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സൗണ്ടും മ്യൂസിക്കൊക്കെ ഉണ്ട്. ആദ്യം കയറിയപ്പോൾ തന്നെ ഒരു നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ കയറിയത്. അത് കഴിഞ്ഞ് തിരിച്ച് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ റെഡ് കാർപ്പറ്റിലൂടെയൊക്കെയാണ് പോകുന്നത്. അവിടെയും ഇതുപോലെ മ്യൂസിക്കും നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നിറയെ ആളുകളൊക്കെ നിൽപ്പുണ്ട്. കുട്ടികളായിട്ട് പോയാലും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നമുക്ക് ഈ വാക്സ് മ്യൂസിയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ലൈഫിൽ ഒരുപാട് സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകളുടെ കൂടെയൊക്കെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാനൊക്കെ നമുക്ക് തോന്നുമല്ലോ. പക്ഷെ വാക്സ് മ്യൂസിയത്തിൽ നമുക്കത് നിറവേറ്റാൻ പറ്റും, ആ ആഗ്രഹം നമുക്ക് സഫലീകരിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നി. സാധാരണ ഒരു വാക്സ് മ്യൂസിയം എന്ന് പറയുമ്പോൾ ഈ മെഴുക് പ്രതിമകൾ ഇങ്ങനെ നിരന്നിരിക്കും എന്നാണ് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുക അല്ലേ. അതായത് ഒരു സെക്ഷനിൽ ഇപ്പോൾ ഫിലിം സ്റ്റാർസ് മാത്രമായിരിക്കും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആ ഒരു തീമിലായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്പോർട്സിൻ്റെ സെക്ഷനാണ്, ആ സ്പോർട്സിൻ്റെ തീമിലാണ് അവരവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞൊരു അവഞ്ചേഴ്സിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ ആ അവഞ്ചേഴ്സിൻ്റെ ഒരു തീമിലാണ്. നമ്മൾ അവഞ്ചേഴ്സിൻ്റെ ഉള്ളിലേക്ക് കടന്ന പോലെയാണ് നമുക്ക് തോന്നുക. നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരു കാട്ടിൽ ചെന്ന് പെട്ടത് ആ ഒരു ഫിലിമിലൊക്കെ നമുക്ക് കാണില്ലേ, അതേപോലെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇവിടെ. അപ്പോൾ ആദ്യം ചെല്ലുന്നത് തന്നെ നമ്മുടെ ഫിലിം സ്റ്റാർസിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ആദ്യം ഈ കാണുന്നത് റോക്കാണ്. ഡ്വൈൻ ജോൺസൺ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. എല്ലാവർക്കും അറിയാൻ പറ്റും, ഒരു റെസ്ലറാണ് ഇദ്ദേഹം. നെക്സ്റ്റ് ഇവ മെൻഡസ് ആണ്, റയാൻ ഗസ്ലിംഗ് എന്ന ഫേമസ് കപ്പിളാണ്, ഹോളിവുഡിലെ കപ്പിളാണ്. ഇവർ 10 ഇയേഴ്സ് ഒരുമിച്ച് താമസം കൊണ്ട് തന്നെ ഇവർ ഫേമസ് ആയിട്ടുള്ളവരാണ്. അടുത്തത് ലേഡി ഗാഗ എന്നൊരു ആക്ട്രസ്സാണ്. സത്യത്തിൽ ഇവരെല്ലാം കാണുമ്പോൾ നമുക്കൊരു മെഴുക് പ്രതിമയായിട്ട് തോന്നത്തില്ല കേട്ടോ, ഒറിജിനലായിട്ട് നമുക്ക് തോന്നും. അതേപോലെയാണ് ഇവരെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. ഇവിടുത്തെ ലൈറ്റിങ് നിങ്ങൾ ശ്രദ്ധിച്ചു, അതായത് സെലിബ്രിറ്റികളുടെ ഒരു ഇവൻറ്റിൽ ചെല്ലുന്ന പോലെയാണ് നമുക്ക് തോന്നുക. ആ ഒരു ആംബിയൻസ് നമുക്കും കിട്ടും ഈ ലൈറ്റിങ് കാരണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഒരു ലേഡി ഗാഗയുടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. എൻ്റെ മോളും നല്ലപോലെ എക്സ്പ്രഷനൊക്കെ ഇട്ട് നിന്നായിരുന്നു കേട്ടോ. അടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്, ലിയോനാർഡോ ഡിക്കാപ്രിയോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമ്മളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ടൈറ്റാനിലൊക്കെ ജാക്കാണ് അദ്ദേഹം. സത്യത്തിൽ ഇവിടെ കുറേ ആക്ട്രസും ആക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ എല്ലാവരുടെയും പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എനിക്കറിയാവുന്നവരുടെ പേരാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ സെൻഡേയ എന്നുള്ള ഒരു ആക്ട്രസ് ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിയാണ്, അത് കാണാൻ പറ്റും. എൻ്റെ ഹസ്ബൻഡിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ട്രസ്സാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ വളരെ ഹാപ്പിയോടുകൂടി കയറി നിന്ന് ഫോട്ടോ എടുത്തു. അടുത്ത നെക്സ്റ്റായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പ്രിയപ്പെട്ട 2 വ്യക്തികളാണ് ഷ്രേക്ക് ആൻഡ് ഫിയോണ. അപ്പോൾ അവിടെ നമുക്ക് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ചെയറൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ E.T. എക്സ്ട്രാ ടെറസ്ട്രിയൽ, നമ്മുടെ സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ സിനിമയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടറാണത്. അടുത്തത് നമ്മൾ സ്പോർട്സ് സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഫിലിം ആക്ട്രസിൻ്റെ അവിടുത്തെ ലൈറ്റിങ്ങിൽ നിന്ന് സ്പോർട്സിൻ്റെ ഒരു ലൈറ്റിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറേ സ്പോർട്സിൻ്റെ താരങ്ങളുണ്ട് കേട്ടോ. ഇവരുടെ എല്ലാവരുടെയും ഒന്നും എനിക്ക് പേരറിയില്ല. നമുക്കറിയാവുന്ന 2 വ്യക്തികൾ എന്ന് പറയുന്നത് റൊണാൾഡോവും നമ്മുടെ മെസ്സിയുമാണ്. അപ്പോൾ അവർ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ക്രിക്കറ്റിൽ ആരും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ മെസ്സിയുടെ കൂടെ പോയിരുന്നു ഫോട്ടോയൊക്കെ എടുത്തു. മെസ്സിയുടെ കൂടെയും റൊണാൾഡോയുടെ കൂടെയൊക്കെ നമ്മളൊരു ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ വലിയൊരു സ്വപ്നമാണല്ലോ. എന്തായാലും അത് യഥാർത്ഥ ജീവിതത്തിൽ നമുക്കിപ്പോൾ സാധ്യമായില്ല. പക്ഷെ നമുക്ക് മെഴുക് പ്രതിമയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങൾ ആ സ്വപ്നങ്ങൾ സഫലീകരിച്ചു. അടുത്ത സെക്ഷൻ മ്യൂസിക്കാണ് കേട്ടോ. ആ ഒരു മ്യൂസിക് വൈബൊക്കെ നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു ലൈറ്റിങ്ങിലായിട്ടാണ് പോകുന്നത്. നമ്മളൊരു മ്യൂസിക് പാർട്ടിയിലേക്ക് പോയ പോലെ നമുക്ക് തോന്നും. അപ്പോൾ അവിടെ ഒരു ആൾ സെൽഫി എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു പെണ്ണ്. ആ പെണ്ണിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോഴും അപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പോയിരുന്ന് സന്തോഷത്തോടുകൂടി ഫോട്ടോ എടുത്തു. ഞാൻ ആ പെണ്ണിനെ നോക്കാൻ പറഞ്ഞപ്പോൾ ആ പെണ്ണിൻ്റെ മുഖത്തോട്ടാണ് നോക്കിയത്. ഞാൻ പറഞ്ഞു, പെണ്ണിൻ്റെ മുഖത്തോട്ടല്ല മനുഷ്യൻ നോക്കേണ്ടത്, ഫോണിലേക്കാണ് നോക്കേണ്ടത്. അങ്ങനെ ഫോണിൽ നോക്കി ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് പോന്നു. പിന്നെ എൻ്റെ മോൾ എൻജോയ് ചെയ്ത ഒരു സ്ഥലം ഇതാണ് കേട്ടോ. അതായത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അവിടുത്തെ കളർ മാറും, ആ ഡിസ്പ്ലേയിലെ കളർ മാറും. ഞാൻ പറഞ്ഞില്ല, ഇതൊരു വാക്സ് മ്യൂസിയം മാത്രമല്ല, നമുക്ക് എൻജോയ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. കുട്ടികൾ നല്ലപോലെ എൻജോയ് ചെയ്യും. എൻ്റെ മക്കൾ അവിടെ കളറും മാറ്റി കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വരാൻ പറഞ്ഞിട്ട് വരണ്ടേ, പിന്നെ പിടിച്ചു വലിച്ചുകൊണ്ടാണ് പോയത് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കുട്ടികളായിട്ട് ഇങ്ങനത്തെ മ്യൂസിയത്തിൽ പോയാൽ
ഡെഫിനറ്റായി ഇതൊരു വേർത്ത് ആയിട്ടുള്ള ഒരു മ്യൂസിയമാണ് കേട്ടോ. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കുറേ ആളുകളാണ്. നമ്മുടെ ചാർലി ചാപ്ലിൻ, അതുപോലെ പ്രിൻസ് ഡയാന, ഡൊണാൾഡ് ട്രംപ്, നമ്മുടെ ഗാന്ധിജി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ സമയത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ അടുത്ത സെക്ഷൻ നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ ആയിട്ടാണ് കിടക്കുന്നത്. ഇത് നമ്മളൊരു അവഞ്ചേഴ്സ് വേൾഡിൽ ചെന്ന് പെട്ട പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. അതിൻ്റെ ആ ഒരു ആംബിയൻസ്, അത് നമ്മൾ ആ ഒരു സൗണ്ടും ഗ്രാഫിക്സും എല്ലാം അവിടെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. നമ്മുടെ അവഞ്ചേഴ്സിലെ മിക്ക ക്യാരക്ടേഴ്സും ഇവിടെ ഉണ്ട് കേട്ടോ. അയൺ മാൻ, കൾക്ക്, ക്യാപ്റ്റൻ അമേരിക്ക, തോർ. ഇത് തോറിൻ്റെ ഹാമറാണ് കേട്ടോ. നമ്മൾ ഇതിൽ ആ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ആ ഒരു സൗണ്ട് എഫക്റ്റ് വേണം. നമ്മുടെ ഒരു ഇടിവെട്ട് മിന്നലൊക്കെ വന്ന് ഇങ്ങനെ തീ വരില്ലേ, അതുപോലെ ഇങ്ങനെ നല്ല എഫക്റ്റായിട്ട് വരും. അവിടെ ഇടിവെട്ട് വെട്ടണ പോലെ തോന്നും. നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. അടുത്തത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയാണ്. അപ്പോൾ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് അത് എടുത്ത് പിടിച്ചിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം. അവരുടെ ആ ഒരു ഗ്രൗണ്ടിലേക്ക് നമുക്ക് കയറി നിൽക്കാനൊക്കെ അവർ അനുവദിക്കും കേട്ടോ. അതിനൊന്നും അവർ റെസ്ട്രിക്ഷനൊന്നും വെച്ചിട്ടില്ല. നമുക്ക് അതിൻ്റെ ആ ഒരു എക്യുപ്മെൻറ്റ്സൊക്കെ നമുക്ക് കയ്യിലെടുത്ത് നമുക്ക് പോസ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ ആ ഹൾക്കിൻ്റെ അടുത്ത് നിന്നപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഹൾക്ക് എന്നെ അങ്ങ് വിഴുങ്ങാൻ നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. വളരെ കുഞ്ഞായിപ്പോയി ഞാൻ ഹൾക്കിൻ്റെ അടുത്ത് ചെന്ന് നിന്നപ്പോൾ. അത്രയ്ക്ക് ആജാനുബാഹുവായ ഒരു വ്യക്തിയാണല്ലോ നമ്മുടെ ഹൾക്ക്. അങ്ങനെ നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ സെക്ഷനോട് കൂടി നമ്മുടെ ഈ വാക്സ് മ്യൂസിയം എൻഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ വീഡിയോസ് ഞങ്ങൾ യൂറോപ്പിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ലൈക്കും ഷെയറൊക്കെ ചെയ്യണം.